ഇന്ന് നമ്മൾ അതിരാവിലെ പോകുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള കടമക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇങ്ങോട്ടേക്ക് പോകുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഒരു ക്ലിനിക്കിന്റെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കടമക്കുടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ള പ്ലാനാണ്. എന്തായാലും ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഷൂട്ടെല്ലാം തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് തന്നെ അതിരാവിലെ ഏർലി മോർണിംഗിൽ നമ്മളിവിടെ വന്ന് കയാക്കിംഗ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കയാക്കിങ്ങിന്റെ കാഴ്ചകളൊക്കെ ആദ്യം കാണാം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കടമക്കുടിയിലാട്ടോ. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മൾ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കയാക്കിങ്ങിന് നമ്മുടെ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ കൂടി ഉണ്ട്. ആളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ആൻ്റണി ആളുടെ പേര്. അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം നമ്മൾ പോകുന്നത്? നമുക്കൊരു 4 കിലോമീറ്ററോളം കവർ ചെയ്യാൻ പറ്റും. 4 കിലോമീറ്ററോളം നമ്മൾ തുഴ സിംഗിൾ കയാക്ക് എടുക്കുന്നത് കാരണം എന്തായാലും ഞാനും തുഴയേണ്ടി വരും. നല്ല ക്ലൈമറ്റാണ്, മഴയ്ക്കും ചാൻസ് ഉണ്ട്. മഴ സൺറൈസ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, അവിടെ ആയതുകൊണ്ട്. മഴക്കാറുണ്ട്, നല്ല രീതിയിൽ മഴക്കാറുണ്ട്. ബാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാം. മിക്കവാറും നല്ല മഴയത്ത് നമുക്ക് കയാക്ക് കുഴഞ്ഞ് നടക്കാൻ പറ്റും. എന്തായാലും മൊബൈലും കീയൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടാവില്ല. അതെ, അപ്പോൾ എന്തായാലും നമുക്ക് കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും സേഫ്റ്റി ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ടതിന് ശേഷമാണ് കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിരാവിലെ നമ്മൾ ഈ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ മഴക്കാറ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കയാക്ക് തുഴയലല്ല, ഇതിനകത്തേക്ക് കയറിയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തായാലും കയാക്കിൽ കയറി നമ്മൾ ഈ ഒരു കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ തന്നെ നല്ലൊരു മഴ കിട്ടി. എന്തായാലും മഴ പെയ്തുകൊണ്ട് തന്നെ കയാക്കിംഗ് നല്ല രീതിയിൽ നമുക്കിനി എൻജോയ് ചെയ്യാനും പറ്റും. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു തണുപ്പുണ്ട്. അപ്പോൾ ഈ മഴയെല്ലാം ആസ്വദിച്ച് നമുക്ക് കടമക്കുടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് തുഴഞ്ഞു വന്നപ്പോൾ തന്നെ മഴയെല്ലാം മാറി നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനായി. അപ്പോൾ ഈ കാണുന്ന പാലം നമ്മുടെ പിഴല ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നൊരു പാലമാണ്. ഏകദേശം ഒരു 14 ഐലൻഡാണ് നമ്മുടെ ഈ കടമക്കുടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വരുന്നത്. അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പാലങ്ങളാണ്. ഈ പാലങ്ങളല്ലാതെ ഈ കാണുന്ന ഐലൻഡുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് നമ്മൾ ഈ കാണുന്ന വാട്ടർ മെട്രോ. പിന്നെ നമ്മൾ ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് ഒരു ഐലൻഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെല്ലാം വീടുകളിൽ ബൈക്കും കാറെല്ലാം മേടിച്ചിടുന്ന പോലെ ഇവിടെയുള്ള മിക്ക വീടുകളിലും ഒരു വള്ളം അവർക്ക് സ്വന്തമായിട്ടുണ്ടാവും. കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനും അതുപോലെ ഇവരുടെ ഉപജീവന മാർഗത്തിനൊക്കെ ആയിട്ട് ഈ കാണുന്ന രീതിയിലുള്ള ചെറിയ വള്ളങ്ങളാണ് ഇവർ കൂടുതലും ആശ്രയിക്കാറുള്ളത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കായലിൻ്റെ 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പവലകൾ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ചീനവലകൾ. ഈ കാണുന്ന ചീനവലകളും അതുപോലെ നീറ്റുവലകളൊക്കെ ഉപയോഗിച്ചാണ് ഇവരിവിടെ കൂടുതലും ഫിഷിംഗ് നടത്താറുള്ളത്. ഇവിടെ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ കായലോര പ്രദേശങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത്. ഈ കായലിൽ നിന്നുള്ള മീൻ പിടിക്കുന്നത് മാത്രമല്ല, മീൻ വളർത്തലും അതുപോലെ കക്ക വാരുന്നതും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ കാലം കഴിയുന്തോറും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമല്ലോ, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ ചീനവലകളിലും വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, നമ്മൾ ഈ ചീനവലയുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടോ. ഇവിടെ മിക്ക ചീനവലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബൈക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ മെക്കാനിസത്തിൽ നമ്മൾ കൈവച്ച് വലിച്ചായിരുന്നു ഈ സംഭവം ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈക്കിൻ്റെ ബാക്കിൽ ടയർ ഉണ്ടല്ലേ, അതിൽ റോപ്പ് ചുറ്റാവുന്ന രീതിയിൽ സംഭവം സെറ്റ് ചെയ്തിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബൈക്ക് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഇത് തനിയെ പൊങ്ങിക്കോളും. ഇതുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടിലെ ടയർ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ടയർ ഉണ്ടോ, ശരിക്കും ഒരു പാട്ട പോലത്തെ ഒരു സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഈ ചീനവലയുടെ റോപ്പ് വന്ന് കൊടുക്കുന്നത്. കയാക്കിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിർവാഹമില്ല, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി കാണിച്ചു തന്നെ. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വെള്ളത്തിൽ പോകും. എന്തായാലും സംഭവം കൊള്ളാം. ഇത് കണ്ടല്ലേ, അതിരാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു സ്റ്റൈൽ കണ്ട, അടിപൊളി പോലെ നമ്മൾ. ഓക്കെ, സെറ്റ്. എന്തായാലും മഴയെല്ലാം മാറി ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. കാരണം ആകാശം മുഴുവൻ ഇങ്ങനെ കാർമേഘം മൂടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ സെൻറ്റർ മാത്രം കുറച്ച് ഏരിയയിലൂടെയാണ് ഈ സൂര്യൻ്റെ ലൈറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് കണ്ട ഒരു കാഴ്ച ഇതാണ്. കുറച്ച് പേര് വലയിടാനായിട്ട് ഇറങ്ങിയതാണ്. വളരെ കുറച്ച് മീനുകൾ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. എന്തായാലും കിട്ടിയ മീനുകളുടെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. പിലോപ്പി മറ്റേന്ത് മീനത്? മറ്റേ ഇതല്ലേ, കട്ടിലാണോ? ചീലാവെന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ? അല്ലതെ ഇത് ആ മറ്റേ എന്തെന്നാണ് ഈ മീൻ പറയുക? ഇതിനെന്തൊരു പേര് പറയൂല. ഇത് ഇപ്പുറത്ത് കിടക്കുന്നത് പിലോപ്പിയുടെ ഒപ്പം കിടക്കുന്നത് ആ കട്ട്ലാന്നാണോ പറയാ? ആ ഇത് നട്ടറൊക്കെയാന്ന് തോന്നുന്നല്ലേ, നട്ടറും കൂരി പല പേരാ പറയാ. നട്ടർ എന്ന് പറയും. അത് കുത്തിക്കഴിഞ്ഞാൽ നല്ല വേനല്ലേ.
പിന്നെ കൂരി അല്ലേ? ഏതിലാ? മറ്റേ ആ കരിമീനും കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. കരിമീനുണ്ട്. രാത്രി 2 മണിക്കാ? ഇത് വെള്ളം കൂടുന്നോണ്ടാണ് മീൻ കുറവ്. ഏകദേശം 1 കിലോമീറ്റർ നീട്ടി വലക്ക്. അങ്ങനെ അവരോടൊപ്പം കുറച്ചു നേരം വർത്താനമെല്ലാം പറഞ്ഞ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കാണുന്ന കായലിൽ നിന്ന് ഇനി കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വഴികളിലൂടെയാണ് പോകാൻ പോകുന്നത്. ഇനി കുറച്ച് വീടുകളൊക്കെ സൈഡിലുള്ള ഏരിയയും അതുപോലെ ഒരു വലിയ കണ്ടൽക്കാടും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. എന്തായാലും ഈ വലിയ പുഴയിൽ ഇങ്ങനെ തുഴഞ്ഞു നടക്കുന്നതിനേക്കാളും ഭംഗിയായിരിക്കും നമ്മൾ ചെറിയ തോടുകളിലൂടെ എല്ലാം തുഴഞ്ഞു പോകുമ്പോൾ. അങ്ങനെ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ ചെറിയൊരു തോട്ടിലേക്കാണ് കയറുന്നത്. അത്ര തീരെ ചെറുതായിട്ടുള്ളൊരു തോടൊന്നുമല്ല, എങ്കിലും നമ്മൾ നേരത്തെ കണ്ട പുഴ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഇത്തിരി വലിപ്പം കുറവാണ്. ഇനി നമ്മൾ അകത്തേക്ക് പോകും തോറും ഈ തോടിൻ്റെയും അല്ലെങ്കിൽ ഈ പുഴയുടെയൊക്കെ വീതി വളരെയധികം ചെറുതായി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഒരു പാലം കണ്ടോ? 2 പാലം ഉണ്ട് കേട്ടോ. ഇതില് ഈ കാണുന്ന കോൺക്രീറ്റ് പാലം, ഫസ്റ്റത്തെ പാലം ശരിക്കും കുറച്ച് നാൾ മുമ്പ് പൊളിഞ്ഞതാ. കാലപ്പഴക്കം കാരണം ഈ ഒരു പാലം ഡാമേജ് ആയതാ. അതിനുശേഷം ഇപ്പൊ ഈ പണിതിരിക്കുന്നത് മൊത്തം ഇരുമ്പ് വെച്ചിട്ടുള്ള പാലം കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. ഇവിടെ ഈ ഇതിപ്പോ നമ്മള് പിഴല ഭാഗമല്ലേ? പിഴല ഭാഗം. ഈ റൂട്ടിൽ പോകാനായിട്ട് നല്ല രസമുണ്ട്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വീടുകളൊക്കെ ഇട്ട് ഇതിന്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് നല്ല സ്ഥലങ്ങൾ കാണാനായിട്ട്. പിഴല ഇത് ചെറിയ കടമക്കുടി എന്ന് പറയും. ചെറിയ കടമക്കുടി എന്ന് പറയുന്നത് ശരിക്കും ടോട്ടല് 14 ഐലൻഡാണ് വരുന്നത്. അപ്പൊ അതില് നമ്മൾ കോതാടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ വഴിക്ക് നമ്മൾ കുറെ സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. ഇനിയിപ്പോ എന്തോ ഒരു കണ്ടൽക്കാടിന്റെ ഏരിയ ഒക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ തുഴഞ്ഞു പോകുന്ന സമയത്ത് പല ചെറിയ വള്ളങ്ങളും മോട്ടോർ വെച്ചിട്ട് ഈ ഒരു റൂട്ടിൽ പോകാറുണ്ട്. നമ്മൾ ഈ കയാക്ക് തുഴഞ്ഞു വരുന്ന ആ ഒരു കാഴ്ചയെ കാണുമ്പോഴേക്കും അവർ പയ്യെ വള്ളം സ്ലോ ആകും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ പോകുമ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഓളം ഉണ്ടല്ലോ, അത് നമ്മുടെ കയാക്ക് മറിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ കാണുന്നൊരു കാഴ്ച. ഇവർ മൈസൂരിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നതാണ്. കൂരി മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് മറ്റേ വലയല്ലേ? ഈ വലയിൽ എത്രയാണ് കിലോ? എത്രയാണ് കിലോ? 100. ആ ചേച്ചി എത്ര സിമ്പിളായിട്ടാണ് ആ ഒരു കൊട്ടവഞ്ചി തുഴഞ്ഞു പോകുന്നതെന്ന് നോക്കിയേ. നമ്മളൊക്കെയാണ് കയറി തുഴയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റൗണ്ട് അടിച്ച് കളിക്കും. നമ്മൾ അതിരാവിലെയോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെയാണ് ഈ ഒരു റൂട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവർ ഈ മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ കക്ക വാരുന്നതിനൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ്. അതുപോലെ ഇവിടെ നിന്ന് കുട്ടികളെ ചിലപ്പോൾ അക്കരയിലേക്ക് എത്തിക്കുന്നതൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇതുപോലുള്ള ചെറിയ വള്ളങ്ങളിലായിരിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഏരിയയിലേക്ക് കയറിയതാണ്. ശരിക്കും നമ്മൾ ഈ കയാക്കിംഗ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇത് തീരെ നാരോ എന്ന് പറയുന്നില്ല, ഇതിനേക്കാളും ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ കയാക്ക് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കയാക്കിംഗ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കായലിലൂടെ നമ്മൾ തുഴഞ്ഞു കിടക്കുമ്പോൾ അത്ര ഒരു രസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ വഴി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വലിയൊരു കായലിൻ്റെ ഏരിയയിലേക്കാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ വേറൊരു ടീമും ഇവിടെ കയാക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന ടൈമിൽ ഇവർക്ക് കയാക്കിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെ ഒരാൾ നേരെ വെള്ളത്തിലേക്ക് വീണു. ഏകദേശം ഒരാൾ പൊക്കത്തിന് മുകളിൽ ഈ ഒരു ഭാഗത്ത് ആഴമുണ്ട്. പക്ഷേ ലൈഫ് ജാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി താഴെ വീണാലും ഒരു കുഴപ്പമില്ലാണ്ട് പൊങ്ങി കിടക്കാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കയാക്കിംഗ് എല്ലാം പോകുമ്പോൾ ഇതുപോലൊരു ഗ്രൂപ്പായിട്ടെല്ലാം പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു റൈഡ് ആസ്വദിക്കാനും അതുപോലെ ഒരുപാട് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനും പറ്റും. എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈസി ആയിട്ട് പൊങ്ങിക്കോളും. കിക്കിങ് നിർത്തല്ലേ? കിക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങോട്ട് തിരി, അതാണ് ഫ്രണ്ട്.
പോയി പോയി പോയി. നമ്മളേ ഒരു കുപ്പി അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഒന്നതാ. കയാക്കിൻ്റെ അകത്ത് നിറച്ച് വെള്ളം കയറിയത്. ഇത് മൊബൈലിൽ ഇത് കണ്ടോ, ഞാൻ ഇരിക്കണ ഭാഗത്ത് ഇവിടെ ഫുള്ള് വെള്ളം, ഇത് കണ്ടോ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഇരിക്കട്ടെ, വേണം അവിടെ ഉണ്ടോ, ഇവിടെ ഫുള്ള് വെള്ളം കയറി. അപ്പോൾ നമ്മൾ ആഞ്ഞു തുഴയുമ്പോഴത്തേക്കും ഈ വെള്ളം മുഴുവൻ നേരെ ഞാൻ ഇരിക്കേണ്ടതേക്ക് വരും. അപ്പോൾ പാൻറ്റ് തന്നെ, നേരത്തെ ഷൂ മാത്രമേ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിനി കയാക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് എടുത്തോട്ടോ, വെള്ളം കോരാനായിട്ട് വേണ്ടി വരും. കാരണം നമ്മുടെ ഈ തുഴയെന്ന് വെള്ളം വീഴുന്നുണ്ട്. പിന്നെ രാവിലെ മഴ ഉണ്ടായിരുന്നു, മഴ പക്ഷെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് തുഴയെന്ന് വീണ വെള്ളം തന്നെ ഇത്. എന്തായാലും ഈ കുപ്പി കിട്ടി നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും നനഞ്ഞ. ഇത് ഇവിടുത്തെ പോരാ, ഞാൻ ഇരിക്കേണ്ടത് എങ്ങനെ ഒരു അത് പോരാ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കും. അങ്ങനെ കയാക്കിലെ വെള്ളമെല്ലാം കോരിക്കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ട പോലെയല്ല, ഒട്ടും തന്നെ ആഴം ഉണ്ടാവില്ല. ഈ കണ്ടൽക്കാട് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ അല്ല കേട്ടോ, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കണ്ടൽക്കാട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തുഴഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിളും അല്ല. നമ്മളിപ്പോൾ ഇവിടെ കടമ്പുള്ളിയിലെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കയറി കേട്ടോ. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ ഇത് കണ്ട ആഴം കാണിച്ചത്, ഇത് ഇത്രയും വലിയ തുഴ, ഇത്ര ഉള്ളൂ, ഇത് കണ്ടില്ല, ഇത്രേ ഉള്ളൂ, നിലത്തെത്തി. അതായത് ഏകദേശം ഒരു ഒരടി 1.5 അടി ഹൈറ്റേ ഉള്ളൂ ഇവിടെ. പക്ഷെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കണ്ടൽക്കാടാട്ടോ, ഏക്കർ കണക്കിന് കിടക്കുന്നത്. നമുക്ക് മുഴുവനൊന്നും പോയി കാണൽ നടക്കില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കണ്ടിട്ട് വരാം. നമുക്ക് കുറച്ച് വേലിയേറ്റമൊക്കെ ഉള്ള ഒരു ടൈമിൽ മാത്രമാണ് ഈ കണ്ടൽക്കാടിൻ്റെ അവിടെ നല്ല രീതിയിൽ ഇതുപോലെ തുഴഞ്ഞു കിടക്കാനൊക്കെ പറ്റും. നേരെ മറിച്ച് വേലിയിറക്കത്തിൻ്റെ ആ ഒരു ടൈമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കയാക്ക് ഇതിൽ തുഴയാനായിട്ടുള്ള ആ ഒരു ആഴം പോലും ഉണ്ടാവാറില്ല. എന്തായാലും ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് മീനുകൾ ഓടി നടക്കുന്നതെല്ലാം കാണാനായിട്ട് പറ്റും. കിടന്നു രണ്ട് 3 കിലോമീറ്റർ തുഴഞ്ഞിട്ടാ തളർന്ന്, 3 കിലോമീറ്റർ തുഴഞ്ഞു ഉപ്പാട് വന്ന്. അത് കാരണം ഇപ്പൊ ഇരുന്ന് തുഴയാനൊന്നും വയ്യ, കിടന്നു തുഴയണേ. മഴ മാറി വെയിലായി, ആംബിയൻസ് അടിപൊളി കേട്ടോ, പക്ഷെ നല്ല വെയില്. നമ്മളിനിപ്പോ നേരെ പോവല്ലേ? നേരെ കിലോമീറ്റർ ഉണ്ട്, ഒരു 1.5 കിലോമീറ്റർ. എന്തായാലും വെയിലെല്ലാം ഉദിച്ചു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അതിരാവിലെ ആ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ആംബിയൻസ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ചായി. ഇപ്പോൾ ചെറിയ രീതിയിൽ ക്ഷീണമെല്ലാം തോന്നി തുടങ്ങി. ഇനി നിങ്ങൾ ആരെങ്കിലും കയാക്കിംഗ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ വൈകുന്നേരമാണ് നിങ്ങൾ കയാക്കിംഗ് എടുക്കുന്നതെങ്കിലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഈ കാണുന്ന ഭാഗം കൊണ്ട് നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നേരത്തെ കണ്ട അതേ ഒരു പുഴയിലേക്ക് തന്നെയാണ്. നമ്മൾ കണ്ടൽക്കാടിൻ്റെ അങ്ങോട്ട് കയറിയപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മനുഷ്യവാസം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇവിടെയാണ് ഇവിടെ നിന്ന് ഈ മീൻ പിടിച്ചിട്ടൊക്കെ വരില്ലേ, മീനെല്ലാം പിടിച്ചിട്ട് വന്നിട്ട് അത് ലേലം പിടിച്ച് വിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് ആൾക്കാരെ വിൽക്കാനുള്ളവരും അതുപോലെ വാങ്ങാനുള്ളവരൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ രാവിലെയൊക്കെയാണ് വരുന്നത്, ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ എന്നല്ലേ? ഇല്ല, ഇപ്പോൾ സീസൺ അല്ല, സീസൺ ടൈമിൽ ഡെയിലി ഉണ്ടാവും. അങ്ങനെ കയാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിലേക്ക് തന്നെ എത്തി. ഇനിയാണ് അടുത്ത ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കയാക്കിലേക്ക് കയറുന്നതും തിരിച്ചിറങ്ങുന്നതും തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തനിയെ കയറാനായിട്ടുള്ള ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫ് നമ്മളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. കടമക്കുടിയിൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വന്ന ആ ഒരു ക്ലിനിക്ക് ഈ ഒരു ടൈമിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ചെന്ന് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ABT എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ അവർ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോൺ സർജിക്കൽ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏകദേശം ഒരു 12 തൊട്ട് 15% വരെ വെയിറ്റ് എല്ലാം ലോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വർഷങ്ങളോളം നമ്മുടെ ശരീരഭാരം നിലനിർത്താനും അതുപോലെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ടൈപ്പ് 2 പ്രമേഹം മാറ്റാനും നമുക്ക് പറ്റും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് കാണിച്ചേക്കാം. അതുപോലെ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നമസ്കാരം, ഞാൻ അൻസു സൂസൻ കുര്യാക്കോസ്, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, മാന ഹെൽത്ത്.
പൊതുവിലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാമിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ മാനിയിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ അമിത വണ്ണം കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഫുഡ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് തൈറോയ്ഡ് കാരണമോ അല്ലെങ്കിൽ PCOD കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡർ കാരണമോ ഹോർമോൺ റിലേറ്റഡ് കാരണമോ ഒക്കെ ആയിരിക്കും. സോ അതിനെ കണ്ടെത്തി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം അസസ്മെൻ്റ് ആയിരിക്കും ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ അസസ്മെൻറ്റിന് ശേഷം നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അസസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫാറ്റാണ് കോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി ABT എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ തെറാപ്പി ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റ് ആണെങ്കിൽ ESWT ക്രയോതെറാപ്പി അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ EMS ട്രെയിനിങ് ആയിരിക്കും നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇത് തികച്ചും നോൺ സർജിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പം ലിപ്പോസക്ഷൻ അങ്ങനെയുള്ള സർജറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൈഡ് എഫക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ABT എന്താണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ന്യൂട്രീഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കാം. ഹായ്, ഞാൻ ആഗ്നറ്റ്, മാന ഹെൽത്തിലെ കൺസൾട്ടൻറ്റ് ന്യൂട്രീഷനിസ്റ്റാണ്. നമ്മുടെ ഡയറ്റ് എന്ന് പറയുമ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യണേ. പക്ഷേ നമ്മുടെ മാന ഹെൽത്തിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. എന്ന് പറയുമ്പോൾ ഓരോ പേഷ്യൻസിൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പേഷ്യൻ്റ് ബ്ലഡ് റിപ്പോർട്ട് കൊണ്ട് വന്നു കഴിയുമ്പം അത് അസസ് ചെയ്തിട്ട് പേഷ്യൻ്റ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ, സ്ട്രെസ്സ് കൂടുതലാണോ, സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ തന്നെ അവർക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടോ, അത് ഡിപ്രഷനിലോട്ട് എയ്ഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ മാന ഹെൽത്തിലോട്ട് വരുന്ന ഓരോ പേഷ്യൻസിനും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിരിക്കും നമ്മൾ കൊടുക്കണേ. അതായത് അവർക്കിപ്പം ഓരോ കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ അവർക്ക് മെൻ്റലിയും ഫിസിക്കലിയും കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഡയറ്റ് മാത്രമായിരിക്കില്ല ഒരു പ്രോബ്ലം ആയിട്ടുണ്ടാവും, ഫിസിക്കലി അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന കൂടെ തന്നെ EMS എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ നമ്മൾ ഇവിടെ ഒരു സ്യൂട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതും വെയിറ്റ് ലോസിനെ എയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്. അപ്പോൾ ഒരു ഡയറ്റീഷ്യൻ്റെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മളിവിടെ ഡയറ്റ് ഫുള്ളി ഫോളോ ചെയ്യുന്നത്. നമ്മൾ EMS കൊടുക്കുന്നത് മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ മസിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോ പേഷ്യൻസിന് ഇപ്പം ചിലപ്പോൾ അബ്ഡോമൻ ആയിരിക്കും, അല്ലെങ്കിൽ കൈയുടെ ഭാഗം സാഗ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാക്ക് ആവും, അല്ലെങ്കിൽ തൈസ് ആവും. അപ്പോൾ ഏത് ഏരിയ ആണോ നമുക്ക് വേണ്ടത്, ചിലപ്പം ഫുൾ ബോഡി ആയിരിക്കും പേഷ്യൻസ് പറയുന്നത് കൺസേൺ. സോ അതനുസരിച്ച് നമുക്ക് EMS നമുക്ക് കോൺട്രാക്ഷൻ കൊടുക്കാനായിട്ട്, സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു EMSൻ്റെ സ്യൂട്ട് എന്ന് പറയുന്നത്, സ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പം ആ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ചെസ്റ്റ് വേണമെങ്കിൽ ചെസ്റ്റ്, അപ്പം ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസസും കൂടി ഉണ്ടാവും. ഈ ഒരു കോൺട്രാക്ഷൻ കിട്ടുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന കൂട്ടത്തിൽ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസസും കൂടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു EMS ട്രെയിനിങ് എന്ന് പറയുന്നത് 20 to 30 minutes ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് 10 minutes നമ്മൾ വാക്കിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. ജനറലായിട്ടുള്ള ബോഡിക്കുള്ള ഒരു സ്റ്റിമുലേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസസ് ആയിരിക്കും ചെയ്യിപ്പിക്കുക. അപ്പം എക്സസൈസസ് എന്ന് പറയുമ്പം ഭയങ്കര രീതിയിലുള്ള എക്സസൈസസ് എന്നല്ല, ജസ്റ്റ് ഫ്രീ മൂവ്മെൻറ്റ്സ് ചെയ്ത് പതുക്കെ നമ്മൾ സ്ട്രെങ്തനിങ് ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, കണ്ടീഷൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സസൈസസ് എത്ര കൂട്ടണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ അസസ്മെൻറ്റ് ടൈമിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടായിരിക്കും നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം എന്തുമാവട്ടെ, ഇപ്പം ABT പഠിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ എക്സസൈസ് ഇവിടുന്ന് ചെയ്യുന്നതാവാം. അപ്പം ഈ ഒരു ലോങ് ടേമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ, ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാലും വീട്ടിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഏകദേശം ഒരു 1 year ഇവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഇവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ കടമക്കുടിയിലേക്ക് തന്നെ എത്തി. നമ്മൾ രാവിലെ കയാക്കിംഗ് ചെയ്യാൻ പോയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇവിടെ കയാക്കിംഗ് മാത്രമല്ല, ഈ കാണുന്ന സ്റ്റാൻഡ് പാഡൽ ബോർഡും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ബോട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ബോട്ട് മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കയാക്കെല്ലാം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് അവർ ഇതുപോലെ കയാക്കെല്ലാം സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ചു തരും.
നമ്മൾ ഈ കടമക്കുടിയിലെ പുഴയിൽ ഇങ്ങനെ നോക്കുന്ന ആ ഒരു ടൈമിൽ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഉടക്കുവലെല്ലാം ഇട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നതും ഈ കാണുന്ന രീതിയിലുള്ള മീൻപിടുത്തമൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ ചീനവലയിൽ ബൈക്ക് കയറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കണ്ടല്ലേ? നമ്മൾ ഈ കാണുന്നത് അതിനേക്കാളും കുറച്ചുകൂടി നൂതനമായിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. വേറൊന്നുമല്ല, ഈ കാണുന്ന മോട്ടർ ഇടുന്ന ആ ഒരു ടൈമിൽ ചീനവല തനിയെ മുകളിലേക്ക് ഉയരുകയും അതുപോലെ ഓഫ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തിരിച്ച് താഴുകയും ചെയ്യും. നമ്മൾ ഈ കയാക്കിംഗ് ചെയ്യാനായിട്ട് വന്ന അതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാനും പറ്റും. കാരണം അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ചീനവല ഇവിടെ ഉണ്ട്. ഒറ്റ വലയിൽ കിട്ടിയ മീനുകളാണ് നമ്മൾ ഈ കാണുന്നത്. ചില സമയത്ത് ഒരുപാട് മീനും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഇല്ല. ഇതിലെന്തായാലും കൂടുതൽ കണ്ടത് നച്ചക്കരിമീൻ അല്ലെങ്കിൽ നട്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനാണ്. മീനെ എടുത്ത ഉടനെ തന്നെ വല വീണ്ടും താഴ്ത്തിയിട്ടതിന് ശേഷം ഈ മീനുകളെല്ലാം ആ കാണുന്ന കൂട്ടിലാക്കി നേരെ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കും. മീനുകൾ ഒരുപാട് നേരം ജീവനോടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഹൗസ് ബോട്ടിൻ്റെയും സ്പീഡ് ബോട്ടിൻ്റെ എല്ലാം വീഡിയോ നല്ല ഭംഗിയായിട്ട് എടുത്തുകൊണ്ട് നിന്ന ആ ഒരു ടൈമിലാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ട്വിസ്റ്റ് വന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മളിവിടെ നിന്ന് ഈ ഒരു വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നേരെ പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലൊരു മഴ വരുന്നത് നമ്മുടെ ക്യാമറയിലൂടെ കാണാൻ പറ്റി. അപ്പോൾ തന്നെ ഡ്രോൺ സ്പോർട്സ് മോഡിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ താഴെ ഇറക്കാൻ നോക്കിയെങ്കിലും താഴെ എത്താറായപ്പോഴേക്കും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഡ്രോണിന് താഴെ ഇറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ താഴെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി മഴയും കിട്ടി. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് നിന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും റെഡിയായി. അപ്പോൾ നമുക്ക് ലഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് പുഴയിൽ കിട്ടിയതാണ്. നമ്മുടെ ഇത് നമ്മുടെ മാങ്ങ പിലോപ്പി പൊള്ളിച്ച് എന്തോ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടാണ് നമുക്ക് നോക്കാം. പിന്നെ ചെമ്മീൻ. അപ്പോ സംഭവം വിപുലമായിട്ടുള്ള ഫുഡല്ലേ. അപ്പൊ കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്പീഡ് ബോട്ട് എടുത്ത് ഇവിടെ ഒന്ന് മൊത്തത്തിൽ കറങ്ങിയിട്ട് വരാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അങ്ങനെ മഴയെല്ലാം മാറി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ വെയിലും ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ കയാക്കിംഗ് പോയ അതേ റൂട്ടിലൂടെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മളിനി പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരുപാട് ചീനവലകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോകുന്നതെങ്കിലും ഒരുപാട് വേഗത്തിൽ ഈ ഒരു ഭാഗത്തൂടെ ഒന്നും പോകാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന കായലിൻ്റെ സൈഡിലായിട്ട് ചെറിയ വള്ളങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഓളത്തിൽ ഈ ചെറിയ വള്ളങ്ങളെല്ലാം സൈഡിലുള്ള കല്ലിലെല്ലാം ചെന്ന് ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ വള്ളങ്ങളെല്ലാം പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വള്ളങ്ങളെല്ലാം മറിയാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് കായലിലൂടെ എല്ലാം നമ്മൾ ഈ കാണുന്ന സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ആ ഒരു ടൈമിൽ എല്ലാ സ്ഥലവും നോക്കി വളരെ സൂക്ഷിച്ച് മാത്രമാണ് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റൂ. പക്ഷേ ഈ സാധനം ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. കാരണം നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു റെസ്പോൺസ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിനെ സ്പീഡ് ബോട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഈവനിങ്ങിൽ ഈ കാണുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ജങ്കാറ് വന്ന് അടുക്കുന്ന സ്ഥലങ്ങളും ഇതുപോലെ പള്ളികളും ഒരുപാട് ഷോപ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ഈ ചെറിയ വള്ളങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ടാവുന്നതും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വള്ളങ്ങൾ ക്രോസ് ചെയ്യുന്നതും. അങ്ങനെ കുറച്ചു നേരം നമ്മുടെ കടമക്കുടിയിൽ സ്പീഡ് ബോട്ടിലെല്ലാം കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. ശരിക്കും ഒരു 1 ഡേ കൊണ്ട് നമുക്ക് ഈ കടമക്കുടിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. നമ്മളിവിടെ വന്ന് ഇടയ്ക്ക് ആ ഷൂട്ടിനെല്ലാം പോയതുകൊണ്ട് തന്നെ നമുക്ക് കടമക്കുടിയിൽ എല്ലാ സ്ഥലങ്ങളും ഒന്നും കാണാനും പറ്റിയില്ല. എന്തായാലും ഇനിയൊരു തവണ കൂടി വന്ന് നമുക്ക് കടമക്കുടിയിൽ ഒരുപാട് ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെല്ലാം പിന്നീട് കാണാം. അപ്പോൾ നമ്മൾ ഈ കണ്ട ഹൗസ് ബോട്ട് അല്ലാതെ ഇതുപോലെ AC ബോട്ടുകളും ഹൗസ് ബോട്ടും ഷിക്കാരയും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിനി ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം എൻജോയ് ചെയ്യാനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങളിനി ഓഫീസിൽ നിന്നൊക്കെ ഒരു ഔട്ടിംഗ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാലും ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ബോട്ടുകളും അതുപോലെ തന്നെ കയാക്കിങ്ങും ഒന്നും അല്ലാതെ നിങ്ങളൊരു നല്ല ഐഡിയലായിട്ടുള്ളൊരു സ്റ്റേ ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു അടിപൊളി കോട്ടേജ് ഇവിടെ അവൈലബിൾ ആണ്. കോട്ടേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് തന്നെയാണ്.
അതിലെ റൂമെല്ലാം നോക്കുകയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബെഡും ഇങ്ങനെയുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആളുകളൊക്കെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഈ കാണുന്നൊരു ബാത്റൂം തന്നെയാണ്. മേളിൽ ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ളൊരു ബാത്റൂം. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 2 റൂമുകളും പിന്നെ ടോയ്ലറ്റ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചൂണ്ടയിടാനും അതുപോലെ തന്നെ വല വീശി പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേയിലെ ഫെസിലിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കടമക്കുടിക്കടുത്ത് കോതാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബെൻസ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെൻസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വന്ന് ഇവിടെ കയാക്കിംഗ് എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നല്ല ഭംഗിയായിട്ട് നമുക്ക് കയാക്കിംഗ് എല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ അതിനുശേഷം വന്ന് നമ്മൾ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഷിക്കാര ബോട്ട് ഉണ്ടായിരുന്നു. ഷിക്കാര ബോട്ട് ഇപ്പോൾ മഴയുടെ ചെറിയ പ്രശ്നം കാരണം ഇന്ന് പെടുത്തില്ല. പിന്നുള്ളത് ഹൗസ് ബോട്ട്, അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ ബെഞ്ചർ. ഹായ്, ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻസ് ഹോളിഡേയ്സ്, അതിൻ്റെ അണ്ടറിൽ വരുന്നത് ബെൻസ് ക്രൂസ്, പിന്നെ ബെൻസ് ഹോം സ്റ്റേ, ബെൻസ് കയാക്കി. അപ്പം പല ടൈപ്പ് കാറ്റഗറീസ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ട്, ഷിക്കാര, AC, non-AC, അങ്ങനെ 8 ബോട്ടുകളാണ് നമുക്കുള്ളത്. പിന്നെ സ്റ്റേക്കാണെങ്കിൽ 2 ഫ്ലോട്ടിംഗ് സ്റ്റേ, ഒരു വില്ല ഉണ്ട്. ഒരു ഡേ പ്രോഗ്രാം പോലെയുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ പ്രോഗ്രാം 10:30 to 6:30, 2 മണിക്കൂർ ബോട്ടിങ്, 2 മണിക്കൂർ കയാക്കിങ്, പിന്നെ ഫിഷ് ഫാം എക്സ്പീരിയൻസ്, അതായത് ചീനവല, കേജ് ഫാം വിസിറ്റ്, പിന്നെ ചൂണ്ടയിടൽ, വീശൽ, അങ്ങനെ പല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യാം. പിന്നെ വലവീശിൽ നമ്മൾ ഇന്ന് എന്തായാലും എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് തന്നെ കുറെ നാൾ കൂട്ടിയിട്ട് ഏകദേശം ഒരു 2 കൊല്ലത്തിന് മേളിലായിട്ട് പല കൈകളെടുത്തിട്ട് എന്തായാലും അതും എക്സ്പീരിയൻസ് ചെയ്യാൻ. ഞാൻ സത്യം പറഞ്ഞിട്ട് പോയിട്ടാ, നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ആണുള്ളത്. അടിപൊളി. പിന്നെ ഇപ്പോൾ ഒരു ഡൗട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈ കയാക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റുമോ? ഇവിടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടോ? വേണ്ട, ആവശ്യമില്ല. ഞങ്ങൾക്ക് മോർണിംഗ് കയാക്കിംഗ് ഉണ്ട്, ഈവനിങ് കയാക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് കയാക്കിംഗ് മാത്രമായിട്ട് വരാം. നമുക്ക് 2-2.5 മണിക്കൂർ എടുക്കും. ഒരു മാംഗ്രൂവ് കയാക്കിംഗ് ആണ്, 3 ഐലൻഡ്സ്. ഇപ്പോൾ നമ്മുടെ ഒരു സർട്ടിഫൈഡ് ഗൈഡ് ഉണ്ടാവും നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്. ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അഡ്വാൻസ് ആയിട്ട് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. പിന്നെ റൂംസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം. നമ്മുടെ ഒറ്റ ടാഗ്ലൈൻ ഉണ്ട്, വീട്ടിലെ ഞാൻ കടമുടി കാണാതെ. എന്നെ വിട്ടില്ല, എന്നെ കൊണ്ട് എല്ലാ സ്ഥലവും കാണിച്ചു. ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഡ് ബോട്ടൊക്കെ എടുത്ത് പല സ്ഥലങ്ങളിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യമുണ്ട്. ആ കൊടും കാറ്റ് കാറ്റില്ലേ, നിങ്ങൾ ആ ഡ്രോണിനെ കൈ പിടിച്ചില്ലേ? അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ കടമുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റി. ഇനിയും കുറച്ച് ഇന്റീരിയർ ആയിട്ടുള്ള ഏരിയകളൊക്കെ കാണാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം ഇത്തിരി ഏറ്റക്കുറച്ചിലായ കാരണം നമുക്ക് ബോട്ടായിട്ടോ അല്ലെങ്കിൽ ഷിക്കാരയൊക്കെ ആയിട്ടോ അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കത് വേറെ ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്കിനി നല്ല കാടിൻ്റെ ആംബിയൻസിലുള്ള ഒരു മൺസൂൺ റൈഡിൻ്റെ ഒരു വീഡിയോ വരാനുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.